ഏറ്റവും ആദരണീയനായ ഈ സമ്മേളനത്തെ അധ്യക്ഷൻ പ്രിയപ്പെട്ട യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റ് സായി കൊടുക, നമ്മുടെ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗവൺമെൻറ് ചീഫ് പ്രിയപ്പെട്ട ഡോക്ടർ ജയരാജ് സാറ്, പാർട്ടിയുടെ സംസ്ഥാന പ്രിയപ്പെട്ട ഡോക്ടർ സാറ്, പ്രിയപ്പെട്ട ജി.എം. തോമസ് സാറ്, പ്രിയപ്പെട്ട പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സണ്ണിച്ചേട്ടൻ, കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അവർ, കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന ഭാരവാഹികളായ പ്രിയപ്പെട്ട ശ്രീയക്കർ, ദീപക്, സുമേഷ്, ബിജു, പ്രിയപ്പെട്ട ജയപ്രകാശ്, ബിനോയ്, സാബു, ഷെയ്ൻ, റോണി എല്ലാം നമ്മുടെ സംസ്ഥാന ഭാരവാഹികളാണ്. നമ്മുടെ പ്രോട്ടോകോൾ കോവിഡിൻ്റെ പ്രോട്ടോകോൾ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വീട്ടിത്തോട് രഘുമാർ അടക്കം ഇവിടെ ആദ്യം വേണ്ടാനടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളുടെ ഉണ്ട്. നമ്മുടെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷ പരിപാടിയാണ്, നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന പരിപാടിയാണ് ജന്മദിന സമ്മേളനം. അത് ജൂൺ മാസം 21-ാം തീയതി എല്ലാ വർഷവും നമ്മൾ ഈ സംഘടനയുടെ ജന്മദിനാഘോഷം നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഈ വർഷവും നമ്മൾ 51-ാമത്തെ ജന്മദിനാഘോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ഒരു 2 വർഷം മുമ്പ് ഇതേ ദിവസം കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ നിർണായകമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സാജൻ മുടുക ഈ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത്. ഇവിടെ ഈ സമ്മേളനത്തിൽ അന്ന് പ്രസിഡന്റായിരുന്ന ആളെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് കെ എം മാണി സാറിന്റെ മരണശേഷം പാർട്ടിയുടെ എല്ലാമായ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ജോസ് കെ മാണി സാറിനെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് പാർട്ടിയെ യൂത്ത് ഫ്രണ്ടിനെ മറ്റ് ലാവണങ്ങളിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിച്ച ആളുകളെ ആ സമ്മേളനത്തിൽ വെച്ച് പുറത്താക്കിക്കൊണ്ട് അന്ന് ശക്തമായി നൂറുകണക്കിന് യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് സാജൻ തൊടുക ഈ ചുമതല ഏറ്റെടുത്തു, പ്രസിഡന്റ് എന്നുള്ള ചുമതല ഏറ്റെടുത്തു. അതിനുശേഷം 2 വർഷം ഇപ്പോൾ പൂർത്തിയാവുകയും ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ആദ്യമായി ചെയ്തത് കേരളത്തിലെ 14 ജില്ലകളിലും ഈ സംഘടനയ്ക്ക് ഒരു അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുവാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പുറമേയുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ മാത്രമുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു കേരള യൂത്ത് ഫ്രണ്ട് ഉണ്ടായിരുന്നതെങ്കിൽ 14 ജില്ലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ജില്ലാ കമ്മിറ്റികളെ പുനഃസംഘടിപ്പിക്കുകയും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കുകയും കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം ഒരു വലിയ ഒരു പൊതുപരിപാടി എന്ന നിലയിൽ 14 ജില്ലകളിലും ഒരേ സമയത്ത് കളക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ ശക്തി എന്താണ് എന്ന് ലോകത്തിന് മുമ്പ് തെളിയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരള യൂത്ത് ഫ്രണ്ട് പാർട്ടിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ജോസ് കെ മാണി സാറിന് അണിനിരന്നുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പിന്തുണയാണ് കേരള യൂത്ത് ഫ്രണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഡൽഹിയിൽ വെച്ച് നടന്ന പാർലമെന്റ് മാർച്ച് അടക്കമുള്ള നിരവധിയായ സമര പ്രക്ഷോഭങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കേരള യൂത്ത് ഫ്രണ്ടിന് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞ 2 വർഷത്തോട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനിയും വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. 50 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സംഘടന 50 വർഷങ്ങൾ പിന്നിട്ട് അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കുമരകത്ത് വെച്ച് കൂടിയ പാർട്ടിയുടെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ വെച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലായിലെ മാണിസാറിന്റെ ഒരു സ്മൃതി മണ്ഡപം, മാണിസാറിന്റെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. കെ എം മാണി സ്മൃതി ഭവന പദ്ധതി കേരള യൂത്ത് ഫ്രണ്ടിന്റെ മനസ്സിലുണ്ട്. ഈ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് ഒരു സുവനീർ പുറത്തിറക്കുന്നതിനുള്ള പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ 90% പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആയി കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങൾ കൂടി പൂർത്തിയാകാറുണ്ട്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ആ സുവനീറിന്റെ പ്രകാശനം നമുക്ക് നടത്തുവാനായിട്ട് കഴിയും. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ട് ഈ സംഘടന 14 ജില്ലകളിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മേഖലകളിലും കൂടുതൽ ചെറുപ്പക്കാരെ നമ്മുടെ സംഘടനയിലേക്ക് ആകർഷിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയ പ്രവർത്തനങ്ങൾ കൊണ്ടേ കഴിയുകയുള്ളൂ. കോവിഡ് പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കിന്ന് കുറച്ചാളുകളെ മാത്രം വെച്ച് ഈ സംഘടന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജന്മദിന സമ്മേളനം നമുക്ക് നടത്തേണ്ടി വന്നത്. അല്ലെങ്കിൽ നൂറുകണക്കിന് പ്രവർത്തകരെ ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുമായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ ഗ്രാമാന്തരങ്ങളിലേക്ക്, മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് കൊണ്ടുപോയി നമുക്ക് ഏറ്റവും
നല്ല നിലയിലുള്ള ഒരു യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ട പാർട്ടിയുടെ നേതാവ് പ്രിയപ്പെട്ട തോമസ് ചാണ്ടിയാൾ മുൻപി അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കും. അദ്ദേഹത്തെ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ജനറൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് യൂത്ത് ഫ്രണ്ടിന്റെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സാജൻ തൊടുകി അവരുകളാണ്. ഞാൻ സാജനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരാളായിട്ട് നമ്മളൊപ്പം നിന്നുകൊണ്ട് ഏത് കാര്യത്തിലും ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സാജനെ നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷത്തെ ഞാൻ സൂചിപ്പിച്ചു. 2 വർഷമാണ് അദ്ദേഹത്തിന്റെ ചുമതലയേറ്റെടുത്ത് രണ്ടാമത്തെ വാർഷിക ദിനമാണിന്ന്. ആ ചുമതലയേറ്റെടുത്ത ശേഷം മുതൽ ഇന്ന് വരെ ഈ കേരള യൂത്ത് ഫ്രണ്ട് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞു നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ യുവജനങ്ങൾക്കിടയിൽ സജീവമായ സാന്നിധ്യമായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രസ്ഥാനം നയിക്കുന്ന പ്രിയപ്പെട്ട സാധന ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ സംബന്ധിച്ച പ്രിയപ്പെട്ട പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി സാറാണ്. അദ്ദേഹം ഇന്ന് മറ്റ് ചില അസൗകര്യങ്ങൾ കൊണ്ട് എത്തിച്ചേരുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ നേതാവ് പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ MP അവരുകളാണ്. ചുമിച്ചേട്ടനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം കോട്ടയത്തിന്റെ MP എന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സജീവ സാന്നിധ്യമായി ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പോകുന്നപ്പോൾ ഓർത്ത് നമ്മളെ നാഗമ്പടം പാലം ഈ അടുത്ത കാലത്ത് അവിടെ കുറച്ച് യാത്രാ പ്രശ്നം ഉണ്ടായിരുന്നത് ഒരു രാത്രിയിൽ നിന്ന് അത് ടാർ ചെയ്യിച്ചതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു. അതുപോലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ, അതുപോലെ ഓരോരോ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് കോട്ടയത്ത് നമ്മുടെ വികസന രംഗത്തോട് സജീവം നിൽക്കുന്ന നേതാവാണ്. അതുപോലെ തന്നെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ ശബ്ദമായി ഇന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ടോം ചേട്ടന് ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്ന പ്രിയപ്പെട്ട ജയരാജ് സാറാണ്. ജയരാജ് സാറിനെ കുറിച്ച് നമുക്ക് അമുഖമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു കടുത്തുരുത്തിയിൽ സാർ നടത്തിയ ഒരു പ്രസംഗം സ്ഥാനമാനങ്ങളെക്കാൾ അധികം അല്ലെങ്കിൽ ഉപരിയായി പാർട്ടിയുടെ അസ്തിത്വവും നമ്മുടെ നിലപാടുമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സാർ. ആ പ്രസംഗമൊക്കെ ഇന്നും വളരെ ആവേശത്തോടു കൂടിയാണ് സാറിന്റെ പ്രസംഗം ഞാൻ ഓർക്കുന്നത്. പുറത്താക്കിയതുപോലെ പുറത്താക്കില്ല ഒരു പോയാൽ അതൊക്കെ ആചരണത്തോടു കൂടി പാർട്ടിക്ക് വേണ്ടി ആ ശബ്ദമുയർത്തിയത് ജയരാജ് സാറാണ്. ആ ജയരാജ് സാറ് ആ പാർട്ടിയോട് കാണിച്ച വലിയ സ്നേഹവും പാർട്ടി പ്രവർത്തകർക്ക് സാറ് മുന്നിൽ നിന്നുകൊണ്ട് പാർട്ടിയെ നയിക്കുവാൻ സാറ് കാണിച്ച വലിയ ധൈര്യവും ആ പ്രചോദനവും ഒക്കെയാണ് സാറിന് ഇന്ന് വലിയ ഈ രംഗത്ത് സംസ്ഥാനത്ത് ചീഫ് എന്ന നിലയിലേക്ക് വരുവാൻ ദൈവം അനുഗ്രഹിച്ചത് എന്ന് ഞാൻ തീർച്ചയായിട്ടും ഓർക്കുന്നു. സാറിന് ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്ന പാർട്ടിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ഡോക്ടർ സാറാണ്. അതുപോലെ തന്നെ ജെയിം തോമസ് സാറുണ്ട്. അതുപോലെ ഡോക്ടർ സാറ് തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ മാണി സാറിന്റെ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടൊക്കെ കേരള യൂത്ത് ഫ്രണ്ടിന് വലിയ സേവനം, വലിയ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സാർ ചെയ്തു തന്നു. ഇതൊക്കെ നന്ദിയോടെ ഓർത്തുകൊണ്ട് സാറിന് ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ മീഡിയ കോർഡിനേറ്ററും നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട ജെയിം തോമസിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി അവരുണ്ട്. അവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സന്നിച്ചേർന്ന വേദിയിലുണ്ട്. സന്നിച്ചേർന്ന നമ്മുടെ പാർട്ടിയെ കോട്ടയം ജില്ലയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തിയ മേഖല. അവിടെ പാർട്ടിയുടെ ശബ്ദം ഏറ്റവും ഉജ്ജ്വലമായി നിലനിർത്താൻ സന്നിച്ചേർന്ന് ചെയ്യുന്ന വലിയ നേതൃത്വത്തെ ഏറ്റവും കേരള യൂത്ത് ഫ്രണ്ട് വലിയ വിലമതിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കളായ വിഴിക്കത്തോട് ജയകുമാർ, ബിജു, പ്രിയപ്പെട്ട സുമേഷ് ആൻഡ്രൂസ്, ദീപക് മാമത്തായി, സുരേഷ് ചാഴികാട്, അതുപോലെ ആൽവിൻ ബെഡ, പിള്ള ജയപ്രകാശ്, ബിനോയ് വിലാസം, അതുപോലെ നമ്മുടെ ുള്ള നമ്പൂതിരി, അതുപോലെ സാബു കൊന്ന റോണി, അതുപോലെ നമ്മുടെ സുബലീർ കമ്മിറ്റിയുടെ എഡിറ്റർ പ്രിയപ്പെട്ട ഷെയ്ൻ അടക്കം, അതുപോലെ അഖില, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. നന്ദി. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സമ്മേളനം 51ാം ജന്മദിന സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും ഇവിടെ നമ്മുടെ സ്ഥലത്തെ MP-യുമായ പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ സാറ്, നമുക്ക് ജന്മദിന സന്ദേശം നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവും
കേരള ഗവൺമെന്റ് ചീഫ് വിപ്പുമായ പ്രിയപ്പെട്ട ഡോക്ടർ എം ജയരാജ് സാറ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും അഭിമാനമായ പ്രിയപ്പെട്ട പ്രൊഫസർ ലോബസ് സാറ്, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കനായ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റും നമുക്കെല്ലാം എന്നും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സമിചേട്ടൻ, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട VGM തോമസ്, നമ്മുടെ കോട്ടയം ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീമതി പ്രസിഡന്റ് ശ്രീമതി നന്ദാജിമ്മി, ഏറ്റവും പ്രിയങ്കനായ കേരള യൂത്ത് ഫണ്ടിന്റെ സീനിയർ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജോസഫ് സൈമൺ, ആന്റൺ കണ്ടാന്, പ്രിയപ്പെട്ട ജയപ്രകാശ് രവീന്ദ്രൻ, പ്രിയപ്പെട്ട ബിനോയ് ആനന്ദാസം, അഡ്വക്കേറ്റ് മധു നമ്പൂതിരി, പ്രിയപ്പെട്ട സാവുന്നൻ, പ്രിയപ്പെട്ട റോണി മാത്യു, പ്രിയപ്പെട്ട ഷിബു, പ്രിയപ്പെട്ട ഷെയ്ൻ, പ്രിയപ്പെട്ട ഇടിക്കത്തോളി ജയകുമാർ, പ്രിയങ്കനായ ബിജു റന്തുരുത്തി, പ്രിയപ്പെട്ട സുമേഷ് ആൻഡ്രൂസ്, പ്രിയപ്പെട്ട ദീപക് മാമൻ മത്തായി, പ്രിയപ്പെട്ട ശ്രീ ചാരിക്കാരൻ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാരായ പ്രിയപ്പെട്ട കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട അരുണ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജിത്തു താഴക്കാരൻ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട മാത്യു നൈനാൻ ഉൾപ്പെടെയുള്ള കേരള അഖിൽ ഉള്ളംപള്ളി, LV കുഞ്ഞിറക്കാട്ടൻ, അതുപോലെ നമ്മുടെ സാബു, മറ്റ് യൂത്ത് ഫണ്ടിന്റെ നേതാക്കൾ സതീശ്, മറ്റ് യൂത്ത് ഫണ്ടിന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നമ്മുടെ ഇലക്ഷനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹകരിച്ച ടോം ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ സുഹൃത്തുക്കൾ, നമുക്ക് ഇന്ന് 51ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട സതീഷ്, നമുക്ക് വലിയ സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഈ അവസരമായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേരള യൂത്ത് ഫണ്ടിന്റെ സുവർണ്ണ ജൂബിലിയാണ് നവജീവനിൽ വെച്ച് നമ്മൾ ആഘോഷിച്ചത്. ഈ നവജീവനിൽ വെച്ച് നമ്മുടെ ഈ സുവർണ്ണ ജൂബിലി ആഘോഷിച്ചപ്പോൾ നമ്മൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ്ണ ജൂബിലിക്കാണ് തുടക്കം കുറിച്ചത്. പക്ഷെ നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന പല പദ്ധതികളും പരിപാടികളും നമുക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് നമുക്ക് കേരള രാഷ്ട്രീയത്തില് യുവജന സംഘടനകൾക്ക് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെ യുവജന സംഘടന ഏറ്റവും രീതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടായി. നമുക്ക് നമ്മുടെ ജന്മദിനത്തിന് ശേഷം നമ്മൾ ഇന്ത്യയുടെ കാവൽഭടന്മാരായി നിൽക്കുന്ന നമ്മുടെ ജവാന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഒരു ദേശാഭിമാന ചാല പൊതിഞ്ഞ് നടത്തിയിട്ടുണ്ടായി. അതിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ പ്രിയപ്പെട്ട ജോസ് കെ മാണി സാർ നിർവഹിക്കുന്നുണ്ടായി. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് മാറി വന്നു കഴിഞ്ഞാല് നമുക്കറിയാം, കേന്ദ്രത്തില് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിലെ കർഷക സമരം നടത്തിയ ഈ കർഷക സമരത്തെ പങ്കാളിയായിക്കൊണ്ട് നമ്മൾ കേരള യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് റെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നമ്മൾ സായന നടത്തിയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ അത് എല്ലാ ജില്ലകളിലും നമ്മൾ ആ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സമരം നടത്തിയിട്ടുണ്ടായി. അതുപോലെ നമുക്ക് യൂത്ത് ഫണ്ടിന്റെ ജില്ലാ കമ്മിറ്റികൾ നമ്മുടെ എല്ലാ ജില്ലകളിലും നമ്മുടെ ജില്ലാ കമ്മിറ്റികൾ നമുക്ക് കൂടുവാനും പുനഃസംഘടിപ്പിക്കാൻ സാധിക്കുന്നത് ഇടുക്കി ജില്ലയിലും അതുപോലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലും നമുക്ക് യൂത്ത് ഫണ്ടിന്റെ ജില്ലാ കമ്മിറ്റികൾ നമുക്ക് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയ സാല പ്രസംഗം പറഞ്ഞതുപോലെ നമുക്ക് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേരള യൂത്ത് ഫണ്ടിന് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം നമ്മുടെ അന്തരിച്ചു പോയ നമ്മുടെ പ്രിയങ്കര മാനിസാണ്. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല, കേരളത്തിലെ സർവ ജനങ്ങളുടെയും നേതാവ് ഒരു നേതാവ് മാത്രമല്ല, അദ്ദേഹം സർവ്വജനങ്ങൾക്കും കർഷകർക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു. പാവപ്പെട്ടവർക്ക് കാരുണ്യ പദ്ധതി വഴി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു. അത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നേതാവായ മാനിസാറിന്റെ പൂർണ്ണ കായിക പ്രതിമ നമുക്ക് പാലായി സ്ഥാപിക്കാൻ സാധിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഒന്നടക്കം എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. പല ജില്ലാ കമ്മിറ്റികൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ കമ്മിറ്റികളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് കെ മാനിസാറിന്റെ ജന്മദിനം നമുക്ക് കാരുണ്യ ദിനമായിട്ട് സംസ്ഥാന കമ്മിറ്റി ആചരിക്കുന്നുണ്ടായി. ബഹുമാനപ്പെട്ട ആദരണീയനായ പാർട്ടിയുടെ ജയരാജ് സാറാണ് നമ്മുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. അതുപോലെ പെട്രോൾ ഡീസൽ വിലവർദ്ധന വന്നപ്പോൾ നമ്മൾ അതിനെതിരെ സമരം ചെയ്യുകയുണ്ടായി.
അതുപോലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യുവാനും കോവിഡ് പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി KM കാരുണ്യ സന്നദ്ധ സേന തുടങ്ങിക്കൊണ്ട് വിപ്ലവകരമായ ഒരു വലിയ മാറ്റം നമുക്ക് നടത്താൻ സാധിച്ചു. അതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് കിറ്റുകൾ വിതരണം ചെയ്യുവാനും മാസ്കുകൾ വിതരണം ചെയ്യുവാനും അതുപോലെ പൾസ് ഓക്സിമീറ്റർ നമ്മുടെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വം നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടായി. അതുപോലെ നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി മെമ്പർ ശ്രീ രാജേഷ് പണത്തിന്റെ 10,000 കിലോ കപ്പയാണ് നമുക്ക് സൗജന്യമായിട്ട് നമ്മൾ കോവിഡ് ബാധിച്ചപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ കൊടുക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് KM സാറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ സംസ്ഥാന കമ്മിറ്റി നമുക്കൊരു ഭവനം നിർമ്മിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മള് ഈ കോവിഡ് കാരണം നമുക്ക് നമ്മുടെ സുവനീർ ഉൾപ്പെടെയുള്ളവർ നമ്മളെ പ്രസ്സിൽ അടിച്ചുകൊണ്ടിരിക്കുന്നതോട് കാരണം നമുക്കറിയാം മിനിങ്ങാന്ന് മുതലാണ് പ്രസ് പ്രവർത്തനം ആരംഭിച്ചത്. എങ്കിൽ പോലും അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ പരസ്യം നമുക്ക് ഇപ്പൊ നിലവിൽ തന്നിരിക്കുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജിത്തുവാണ്. ജിത്തുവിന്റെ നേതൃത്വത്തിലുള്ള പരസ്യങ്ങളൊക്കെ തന്നിരിക്കുന്നു. ചില പരസ്യങ്ങൾ മാറ്റങ്ങൾ നമ്മൾ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരെയും യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്കൊക്കെ ആർട്ടിക്കിൾ എഴുതുവാനുള്ള അവസരമുണ്ട്. അവരൊക്കെ എഴുതി തന്നിരിക്കുന്ന ആൾക്കാരെ എല്ലാം നമ്മളത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് 2 പ്രോഗ്രാം കൂടെ നമ്മുടെ ഈ സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സുവർണ്ണ ജൂബിലി ആഘോഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സ്വല്പം കൂടി നീട്ടി അതിന് ആഘോഷം മാറ്റണം. മാത്രമല്ല പാർട്ടി ചെയർമാൻ അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് പാർട്ടിയുടെ നമ്മുടെ LDFന്റെ നേതൃത്വ മീറ്റിംഗ് ഉണ്ട്. അത് പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സമയം നോക്കി നമുക്ക് യൂത്ത് ഫ്രണ്ടിന്റെ സൂര്യപ്രകാശനവും അതുപോലെ ബാക്കി പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സമ്മേളനത്തിൽ ഇവിടെ നമുക്കറിയാം കോവിഡ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പ്രത്യേകം അറിയിപ്പ് കൊടുത്തിരുന്നു. ആൾക്കാരെ ആരെയും പ്രത്യേകം ക്ഷണിക്കുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്താൽ മതി എന്ന് നമ്മൾ പറയുകയുണ്ടായി. നമ്മൾ ക്ഷണിച്ച 1-2 പേരുണ്ട്, അതിൽ ചിലരൊക്കെ വന്നിട്ടില്ല. ക്ഷണിച്ചോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മൾ ഭരണ മുന്നണി നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് കേരളത്തിലെ ഒട്ടനവധി കാർഷിക വിഷയങ്ങൾക്കൊക്കെ വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം പിന്തുണയും കൊടുക്കുവാൻ യൂത്ത് ഫ്രണ്ടും യുവജന സംഘടന പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് നമ്മുടേതായ സേവനങ്ങളും അല്ലെങ്കിൽ നമ്മുടേതായ ഉദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ പാർട്ടി ചേർക്കാൻ വേണ്ടി നമുക്ക് അത് നമ്മുടെ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള വാക്ക് നമുക്ക് കണ്ടെത്തണം. അതുകൊണ്ട് ഞാനെന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ അതുകൊണ്ട് ജന്മദിനം മാത്രമേ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നുള്ളൂ. നമ്മുടെ സുവർണ്ണ ജൂബിലി സമാപനം നമ്മുടെ കമ്മിറ്റി കൂടിയ ശേഷം നമ്മൾ ഇതിന് കഴിയുമ്പോൾ നമ്മുടെ യൂത്ത് ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികൾ കൂടി കാലത്തിലേക്കണം. അതിന് നമുക്ക് കമ്മിറ്റി കൂടിയിട്ട് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് തീരുമാനിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും ഒക്കെ കൂടി അനുഭവിച്ചുകൊണ്ട് സുവർണ്ണ ജൂബിലിയുടെ ഔദ്യോഗികമായ സുവർണ്ണ ജൂബിലി സമാപനം ഇന്ന് നടത്തുന്നു. എങ്കിൽ 51ാം ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി പാർട്ടിയുടെ ആദരണീയനായ നേതാവ് പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. കേരള യൂത്ത് ഫ്രണ്ടിന്റെ 51ാമത് ജന്മദിന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട സാജൻ ഗുരുത, ഏറ്റവും മാർഗീയനായ ബഹുമാനായ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എ പി ജയരാജ്, ബഹുമാനായ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരികൾ, പേര് ആരെയും പറയുന്ന
കാര്യം പറയാൻ പോയാലത് ആദ്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് കേരള യൂത്ത് ഫ്രണ്ട്. 1964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് പാർട്ടി രൂപീകൃതമായെങ്കിൽ 64 ഒക്ടോബർ 24 KSC രൂപീകൃതമായി. എന്നാൽ കേരള യൂത്ത് ഫ്രണ്ട് രൂപീകൃതമാകാൻ ഇനിയും ഏതാനും വർഷങ്ങൾ എടുത്തു. 1970 ഒക്ടോബർ ജൂൺ 21 കേരള യൂത്ത് ഫ്രണ്ടിനെ രൂപീകൃതമായ നമ്മുടെ MLA എത്തിയിട്ടുണ്ട്. ലോകിനെ ഞാൻ സംഘാടകർക്ക് വേണ്ടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 1970 ജൂൺ 21 രൂപീകൃതമായ കേരള യൂത്ത് ഫ്രണ്ടിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നിർണായകമായ ഒരു ശക്തിയായി മുമ്പോട്ട് പോയി എന്നതിന് യാതൊരു സംശയമില്ല. 1978 തെരഞ്ഞെടുപ്പിലാണെന്ന് എന്റെ ഓർമ്മ. 20 MLA-മാരുമായി കേരള കോൺഗ്രസ് പാർട്ടി നിയമസഭയിൽ വന്നു. ആ വർഷം കോഴിക്കോട് വെച്ച് കേരള യൂത്ത് ഫ്രണ്ടിന്റെയും KSUടെയും സംയുക്തമായ റാലി സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ കോഴിക്കോട്ട് ഒഴുകിയെത്തിയപ്പോൾ ആ റാലിയിൽ പങ്കെടുത്തത് 1.5 ലക്ഷം യുവാക്കളാണ്. അതിനുശേഷം യൂത്ത് ഫ്രണ്ടിന്റെ മാത്രം നേതൃത്വത്തിൽ എറണാകുളത്ത് വെച്ച് നടത്തിയ റാലിയും ഓർമ്മയിലുണ്ട്. 50,000 ചെറുപ്പക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യുവസേന കൂട്ടുമാർച്ച് നടത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി കേരള രാഷ്ട്രീയ ചരിത്രത്തില് വലിയ മുന്നേറ്റം നടത്തിയ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ ഈ 50 വർഷത്തിനുള്ളിലുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. 1989 ബാബു ജാനുകാരന്റെ നേതൃത്വത്തിൽ കേരള യൂത്ത് ഫ്രണ്ട് ഇടുക്കി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഏറ്റവും വലിയ ആവേശം പകർന്ന ഒരു സംഭവമായി. അത്തരത്തിൽ കേരള യൂത്ത് ഫ്രണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ സാന്നിധ്യമായി. നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന അവസരത്തിൽ നടത്തിയ നിരവധി പരിപാടികളുണ്ട്. ആ പരിപാടികളിൽ ഒന്ന് ഏറ്റവും പ്രധാനമായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ വികസന മുന്നേറ്റ ജാഥയാണ്. അന്ന് ചെയർമാനോടൊപ്പം കൂടെ നിന്ന് അന്ന് ഇന്ന് എപ്പോഴും പ്രവർത്തിക്കുന്ന ആളാണ് കേന്ദ്രനായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ. ജോബ് മൈക്കിൾ ഈ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അത്തരത്തിൽ നമുക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിയായി എന്നും നിലകൊണ്ടിട്ടുള്ളത് കേരള യൂത്ത് ഫ്രണ്ടാണ്. ആ യൂത്ത് ഫ്രണ്ടിനെ കഴിഞ്ഞ 2 വർഷത്തോളമായി പ്രിയങ്കരനായ ശ്രീ സാജൻ ദുർഗ ഇത് നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹം തന്റെ പ്രവർത്തന കാലഘട്ടത്തില് നടത്തിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ജനങ്ങൾക്ക് വേണ്ടി നാം എന്തു ചെയ്യുന്നു എന്നതാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക. യുവജനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെയും ഏറ്റവും വലിയ ശക്തി സ്രോതസ് യുവജനങ്ങൾ തന്നെയാണ്. നമ്മുടെ പാർട്ടി ഇന്ന് വളരെ ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നമുക്ക് നല്ല മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് വ്യത്യസ്തമായ മുന്നണിയിലേക്ക് മാറിയെങ്കിലും
പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ബഹുമാനായ ജയരാജ് സാറും യോഗം ഉൾപ്പെടെ 5 MLA-മാരെ പ്രിയങ്കരനായ നമ്മുടെ റോഷി അഗസ്റ്റിൻ ഇന്ന് മന്ത്രിയായി കേരള മന്ത്രിസഭയിലെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് അത്തരത്തിലുള്ള മുന്നേറ്റം നടത്തുവാൻ നമുക്ക് കഴിയുന്നത് യുവജനങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമാണ്. യുവാക്കൾ മുമ്പോട്ട് വരണം. യുവാക്കൾ മുന്നിൽ നിർത്തി മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിനും മുമ്പോട്ട് പോകാൻ കഴിയൂ. ഈ 51ാം ജന്മദിനം 50 വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ എനിക്ക് യൂത്ത് ഫണ്ടുകാരോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഒന്ന് മാത്രമാണ്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നമ്മള് നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു. ഇവിടെ സൂചിപ്പിച്ചു കോവിഡിന്റെ കാലഘട്ടത്തില് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ ജനങ്ങൾ നമ്മളോടും സഹകരിക്കുന്നത് യാതൊരു സംശയവുമില്ല. കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനുള്ള നേതൃത്വം കൊടുക്കാൻ യുവജനങ്ങൾ മുമ്പോട്ട് വരണം. അത്തരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതീക്ഷയായി, ഭാവി പ്രതീക്ഷയായി കേരള യൂത്ത് ഫ്രണ്ട് മാറും. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഈ 51ാം ജന്മദിനം നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ചടുലമാക്കാൻ, കൂടുതൽ ജനകീയമാക്കാൻ, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം കാണുവാനുള്ള യുവജനങ്ങളുടെ മുന്നേറ്റമായി ഈ തെരഞ്ഞെടുപ്പ്, ഈ ജന്മദിനാഘോഷം മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകും. ബഹുമാനായ KM മാണി സാറെ കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം മാണി സാറിന്റെ ഓർമ്മകളിലൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അമ്മയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ശക്തികളൊക്കെ ഇല്ലാതായിക്കൊണ്ടേയിരിക്കുക. മറിച്ച് മാണി സാറിന്റെ പൈതൃകം ഏറ്റെടുത്ത് ബഹുമാനായ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി അജയ്യമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ യാത്രയിൽ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായി കേരള യൂത്ത് ഫ്രണ്ട് മാറണം. അതിന് കഴിയുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ജന്മദിന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ബഹുമാനായ ചെയർമാനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിന് പോകേണ്ടി വന്നു. അതുകൊണ്ട് എത്താൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിന് ഈ സമ്മേളനം നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ജയരാജ് സാറിന്റെ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് കൊടുക്കാം. കുറിച്ച് നമ്മളെ 51ാം ജന്മദിന സന്ദേശത്തിന് വേണ്ടി ഏറ്റവും ആദരണീയനായ കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് പ്രിയപ്പെട്ട ജയരാജ് സാറിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സാജൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈമ അവർ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ MP ശ്രീ തോമസ് ചാഴിക്കാടൻ അവർ, പ്രിയങ്കരനായ യൂത്ത് ഫ്രണ്ടിന്റെ മുൻ പ്രസിഡന്റ്
നമ്മുടെ MLA-യുമായ അവര് പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സമിജ തോമസ് നമ്മുടെ മറ്റ് നമ്മുടെ ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള ഭാരവാഹികളെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ല ഞാൻ സത്യത്തിൽ നമ്മുടെ പേര് പറയുന്നത് വളരെ അടുത്തറിയാവുന്ന അപകടമാണ് ഇന്നത്തെ കാണുകയില്ല. ഷെയ്ൻ ജോസഫ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ നമസ്കാരം സാറ് കേരള യൂണിയന്റെ ഒരു വലിയ ചരിത്രം തന്നെ പാർട്ടി രൂപം പ്രാപിച്ച കാലത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും മികച്ച യുവജന പ്രസ്ഥാനമായിട്ട് കേരള യൂണിയനെ വളർത്തിയെടുക്കാൻ കാലാകാലങ്ങളിൽ നേതൃത്വം നൽകിയ ഡിഫറൻറ്റിന്റെ നിലയിൽപ്പെട്ട ആളുകൾ ശരിക്കും തോന്നുന്നത് കേരള കോൺഗ്രസിന്റെ ഒരുമിച്ചുണ്ടായിരുന്ന കേരള കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ പിന്നീട് വന്ന നേതൃത്വത്തിലെ ഒരുപാട് ആളുകൾ കേരള യൂണിയനിലൂടെ കടന്നു വന്ന പിന്നീട് MLA-മാരും ജനപ്രതിനിധികളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഡൽഹിയിൽ പോയി നടത്തിയ സമരങ്ങൾ, അടിസ്ഥാന പ്രതിമ പാലായി സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത്, കാരുണ്യ ദിനങ്ങൾ വളരെ കൃത്യമായി തന്നെ അത് ആചരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെയുള്ള ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ പലപ്പോഴും ഇടപെട്ടത് ഞങ്ങളൊക്കെയാണ്. PSC പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കോട്ടയത്ത് നടത്തിയപ്പോൾ ഇവിടെ കടന്നു വരാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരള യൂണിയനെ കഴിഞ്ഞ കാലയളവിൽ സജീവമായി തന്നെ നിലനിർത്തുക മാത്രമല്ല, പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളെ കേരള യൂണിയനോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തോടൊപ്പം തന്നെ നിർത്താൻ ഇന്നത്തെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല. നമുക്കറിയാം, ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം ഈ യുവജന പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു ഘടകമാണ്. നമുക്കറിയാം, ഇന്ന് കേരള നിയമസഭയില് പുതിയ അംഗങ്ങളിൽ വലിയൊരു പങ്ക് യുവജനങ്ങൾ കടന്നു വന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ഈ നിയമസഭയുടെ ചരിത്രത്തിന് ഇത്രയും യുവാക്കളുള്ള ഒരു നിയമസഭ യുവാക്കളുടെ നിയമസഭ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ പുതിയ തലമുറ രാഷ്ട്രീയത്തിന്റെ പുതിയ മേഖലകളിലേക്ക് കടന്നു വരുന്ന കാലഘട്ടമാണ്. മന്ത്രിമാരിലും വളരെ ചെറുപ്പക്കാരായ മന്ത്രിമാർ, ഇവിടെ PWD മിനിസ്റ്റർ ഉൾപ്പെടെ യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വളരെയേറെ പ്രാധാന്യവും പ്രാമുഖ്യവും കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ കേരളം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് അംഗീകാരം എക്കാലത്തും ഇതല്ലെങ്കിൽ നാളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം എല്ലാവരും MLA-മാരാണ്, പക്ഷേ MLA-മാരോടൊപ്പം തന്നെ മറ്റ് പല പദവികളിലും സ്ഥാനങ്ങളിലും ഒക്കെ തന്നെ കടന്നു വരാൻ യുവജനങ്ങൾക്ക് കഴിയുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ പാർട്ടിയുടെ യൂണിയന്റെയും പ്രവർത്തനങ്ങൾ കുറെ കൂടി സജീവമാകുന്ന പ്രവർത്തനങ്ങളായി മാറുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഞാനിതൊരു യോഗമായിട്ട് പറയുകയാണ്. ഈ കോവിഡ് കാലത്ത് ഈ DYFIയുടെ പ്രവർത്തനങ്ങൾ വളരെ അടുത്ത് കണ്ട ഒരാളാണ്. എവിടെ നോക്കിയാൽ എന്തുകൊണ്ട് ചോദിച്ചാൽ മറ്റുള്ളതിനേക്കാൾ ഏറെ സജീവമായിട്ട് യൂണിയന്റെ ഈ DYFIയുടെ പ്രവർത്തകര് എവിടെയും സജീവമായിട്ടുണ്ടല്ലോ. അത് ഇരിക്കുന്ന കാര്യത്തിലാണ്. ഇപ്പൊ ഈ മറ്റു സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവരുടെ ബാനർ ഇല്ലാത്ത സ്ഥലങ്ങൾ കേരളത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല മറ്റു UDF എന്നൊക്കെ വർത്തമാനം പറയുന്നതല്ലാതെ ഇത്തരം കാലഘട്ടങ്ങളിൽ ഒരിക്കലും അവർ യുവജന പ്രസ്ഥാനങ്ങളൊന്നും ഒരു സ്ഥലത്ത് കാണാം. അത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ശാക്തി കേന്ദ്രം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി നമ്മുടെ ഇടപെടൽ സംശയം. ഇതോടൊപ്പം എനിക്കൊരു കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് ഈ അവതരിപ്പിച്ചല്ല, നമ്മുടെ പഴയ ബഡ്ജറ്റ് ആദ്യത്തെ ബഡ്ജറ്റ് തോമസ് ഐസക്കിന്റെ ലാസ്റ്റ് ബഡ്ജറ്റ് യുവജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഈ നിയമസഭാ സമ്മേളനം കഴിയുന്നതോടെ ആ ബഡ്ജറ്റ് ലൈവായിട്ട് അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ IT മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ സാങ്കേതിക വിദ്യ, പുതിയ സാധ്യതകൾ പരിപാടിയിൽ പോലും നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് സൊസൈറ്റി ഉൾപ്പെടെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള കാർഷിക മേഖലയിലെ ഒരുപാട് പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടു. ഈ പരിപാടി യഥാർത്ഥത്തിൽ കേരള പോലുള്ള സംഘടനകൾ ഏറ്റെടുത്തുള്ളപ്പോൾ ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികളുണ്ട്. പല പദ്ധതികൾക്കും ഭയപ്പെടായ ആരും തയ്യാറാണ്. ഒരുപാട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഈ പദ്ധതി കോവിഡാനന്തര കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ ഈ വാല്യൂ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകുകയും ഫണ്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യതകളെ എങ്ങനെ കേരളയിൽ കൊണ്ടുപോകുന്നത്? കാരണം നമുക്കെല്ലാവർക്കും PSC ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ. പക്ഷേ സ്വയം തൊഴിൽ കണ്ടെത്താനും ഈ സാധ്യതകളെ വിലയിരുത്താനും പ്രത്യേകിച്ച് കാർഷിക മേഖലയുടെ ഇടപെടലുകൾ രാഷ്ട്രീയമാണെങ്കിൽ കൂടി അത്തരം ചിന്തകൾ കൂടി ഗവൺമെന്റ് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്നുള്ള ഒരു വിനയപൂർവമായ അപേക്ഷയാണ് സ്വീകരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാധനങ്ങൾ കേൾക്കണമെന്നുള്ള അതിനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി ഈ അധികാരത്തിന്റെ ഈ ട്രാൻസ്ഫർ മാത്രമല്ല അധികാരത്തിലെ പ്രത്യേകത എപ്പോഴും തരമാറ്റങ്ങൾ മാത്രമാണ്. ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവിടെ നിൽക്കുന്ന ആളെ ഇങ്ങോട്ട് മാറ്റണം, ഇവിടേക്ക് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് മാറ്റണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ ഭരണത്തിന്റെ സ്വാധീനവും സാധ്യതകളും എങ്ങനെ നമ്മെ കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു സാധ്യതയ്ക്കുള്ള ഗൗരവമായ അന്വേഷണം. കാരണം നമ്മളുടെ സ്വാധീനം കൊണ്ടതാണ്. ഇപ്പൊ തന്നെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികൾ 100 എണ്ണമാണ് കേരളത്തിൽ രൂപീകരിക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ അനുവദിക്കണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ നോക്കിയത് ഇതിന്റെ സാധ്യത എവിടാതെ എനിക്ക് മനസ്സിലാക്കിയാണ്. കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. ഭരണമൊക്കെ സർക്കാർ തരും, ഒരുപാട് ഏജൻസികളുണ്ട്. അത്തരം സാധ്യതകൾ കൂടി ഒക്കെ നേതൃത്വത്തിലുണ്ടായാൽ നമുക്ക് ആ ഒരു പ്രവർത്തന ശൈലി കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകാനുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെയൊക്കെ ഭാഗത്ത് ഉണ്ടായാൽ എല്ലാ സംഭവങ്ങളും സത്യത്തില് ജോസ്കേമയെ സംബന്ധിച്ചോളം നമ്മുടെ പാർട്ടിയുടെ ഇടതുപക്ഷത്ത് എഴുതിയൊക്കെ നമുക്ക് നല്ല സ്വാധീനമുണ്ട്. ആ സ്വാധീനം കൃത്യമായി എഴുതുന്നതുകൊണ്ട് നമ്മുടെ ആളുകളെ കുറെ കൂടി ഇത്തരം മേഖലകളിൽ കൂടി ഈ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാകുക വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം കപ്പ ഈ പ്രാവശ്യം വിലയില്ലാതെ പോയി താഴെ പോയി താഴെ. പക്ഷേ സത്യത്തിൽ കപ്പ വരാൻ പോകുന്നത് ആ കപ്പ ഉണക്കി വെച്ചിരുന്നെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ മാർക്കറ്റിൽ വില ഉണ്ടാകുന്ന കാലം വരും. സ്വാഭാവികമാണ്. ഈ പ്രാവശ്യം ഉണ്ടായ വിലയിൽ പറ്റി കാര്യമില്ല. പക്ഷേ എത്ര കമ്പനികൾ ഈ കപ്പയുമായി ബന്ധപ്പെട്ട പ്രോസസ്സിംഗ് യൂണിറ്റുകൾ കേരളത്തിൽ ഇതിനുള്ള ഫണ്ട് കിട്ടാറുള്ളതാണ്. 17 കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെലവാണ്. 17 കോടി രൂപ. ഞാൻ വിജു പ്രഭാകരായിരുന്നു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത്. കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഒറ്റ പോയിന്റ് ആ പണം ലാപ്റ്റായി പോയത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ അത്തരം മേഖലകളിൽ കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ച് സാങ്കേതികപരമായ കാര്യങ്ങളും കുറച്ച് സാമ്പത്തികപരമായ കാര്യങ്ങളും അത്തരം ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് ഈ പ്രക്ഷോഭങ്ങൾ മാത്രമല്ല, പ്രക്ഷോഭത്തോടൊപ്പം തന്നെ അത്തരം നമ്മുടെ ആളുകളെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്നതായ സംവിധാനങ്ങൾക്ക് രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടി ഈ 80 വർഷത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 51 വർഷം യൗവനത്തിന്റെ ഒരു നല്ല കാലഘട്ടമാണ്. 21 വയസ്സ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ കാലഘട്ടം. ഒരു അരനൂറ്റാണ്ടിന്റെ അനുഭവം സംബന്ധിക്കുന്ന ഈ പ്രസ്ഥാനത്തിനുണ്ട്. അതായത് 50 വർഷമായി നിലനിർത്തുന്നുള്ള ചെറിയൊരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാടിക്കാട് സാർ പറഞ്ഞ പോലെ
പാർട്ടിയുടെ ഒരു നല്ല കാലഘട്ടമാണ്. പ്രതിസന്ധികളെല്ലാം കഴിഞ്ഞ് ലാഭേഹങ്ങളെല്ലാം മാറി അത്യാവശ്യമായിട്ടുള്ള ഈ അടുത്ത ചരിത്രമൊക്കെ വഴി യുദ്ധചരിത്രത്തിലെ പാർട്ടി കുറെ കൂടെ ഊർജ്ജസ്വലമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് നന്നായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. കേരള യൂത്ത് ഫ്രണ്ട് തീർച്ചയായും കേരളത്തിലെ ഏറ്റവും മികച്ച വ്യത്യസ്തത കാണിക്കുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരായി മാറുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കഴിഞ്ഞ 2 വർഷക്കാലം ഈ യൂത്ത് ഫ്രണ്ടിന് വളരെ പാർട്ടി പ്രതിസന്ധി ഘട്ടത്തിൽ സമാനമായ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെല്ലാം അതിജീവിക്കാൻ നിങ്ങൾ ഒരുമിച്ച് നടത്തിയ പോരാട്ടങ്ങൾ, നിങ്ങളുടെ നടത്തിയ തീരുമാനങ്ങൾ, നിങ്ങൾക്ക് പാർട്ടിക്ക് ആദരണീയനായ മത്സാറിന്റെ ഓർമ്മയെ നിലനിർത്തിക്കൊണ്ട് നടത്തിയ നല്ല ജീവശുദ്ധ പ്രവർത്തനങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി യഥാർത്ഥ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നമ്മുടെ കേക്ക് മുറിച്ച് നമ്മൾ ജന്മദിന ആഘോഷം നടത്തണം. അത് നമ്മുടെ ചാഴിക്കാട് സാർ കേക്ക് മുറിച്ച് സാധനമല്ല കുഴപ്പമില്ല. നമ്മുടെ ചാഴിക്കാട് സാറും ജനസാറും പോവാണ്. നമ്മുടെ യൂത്ത് ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. മാത്രമല്ല പ്രിയപ്പെട്ട ജോ മൈക്കിളിനെ ഇദ്ദേഹം അനുമോദിക്കുന്ന ഒരു കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ ജനപ്രതിനിധികൾ എങ്ങനെ ഉണ്ടാകണം എന്നൊരു ഉത്തമ തെളിവാണ് പ്രിയപ്പെട്ട ജോ മൈക്കിൾ. നമുക്ക് രാത്രിയില് പാതിരാത്രിക്ക് ഏത് ആവശ്യത്തിന് പ്രിയപ്പെട്ട ജോ മൈക്കിളെ വിളിച്ചാല് അദ്ദേഹം ഫോൺ എടുക്കും എന്നുള്ളത് വലിയൊരു സന്തോഷ വാർത്തയാണ്. ഫോൺ എടുക്കുകയും അത് ഫോളോ ചെയ്തതിനു ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് തിരിച്ചു വിളിച്ചു പറയും. ഏത് പാതിരാത്രിയിലാണെങ്കിലും വിളിച്ചു പറയും. അത് ജനപ്രതിനിധികൾക്കും ഗുണവുമാണ്, വലിയ അംഗീകാരമാണ്. അതിനെ യൂത്ത് ഫ്രണ്ടിന് പ്രത്യേകം അനുമോദിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ജന്മദിനത്തിന് ആശംസ നേടുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MLA പ്രിയപ്പെട്ട യോഗി ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാജൻ തൊടുക, ബഹുമാനായ ലോകസ് സാറ്, ബഹുമാനായ സണ്ണി തെക്കണം, ബഹുമാനായ ജോസഫ് സൈമൺ, ശ്രീചന്ദ്രൻ ഉൾപ്പെടെ ഷാജി ഉൾപ്പെടെയുള്ളവരെ എത്തിയിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട യൂത്ത് ഫ്രണ്ടിന്റെ ഭാരവാഹികൾ, ഇവിടെ നമുക്കറിയാം 51ാം ജന്മദിനമാണ്. 51ാം ജന്മദിനം എന്ന് പറയുന്നത് നമ്മുടെ ജയരാജ് സാർ പറഞ്ഞതുപോലെ യൂത്ത് ഫ്രണ്ടിന്റെ ഒരു സുവർണ്ണ കാലഘട്ടമാണ്. ഷാജിനെ ഞാൻ നന്നായിട്ട് അനുമോദിക്കാം.
വർഷം കൊണ്ട് യൂത്ത് ഒരു വിഷമഘട്ടത്തിൽ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജയമാൻ സാറിന്റെ പ്രതിമ ഉൾപ്പെടെ യൂത്ത് ഫണ്ടിനെ ഒരു പരിധിവരെ നമ്മുടെ ഭാഗത്ത് മാണിസാറിന്റെ ഭാഗത്ത് കേരള എം പി ഉറപ്പിച്ചു നിർത്തുവാൻ 14 ജില്ലകളിലും സാലിന്റെ നേതൃത്വത്തിൽ എല്ലാ യൂത്ത് ഫണ്ട് നേതാക്കന്മാരും ഓടി എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ 5 വട്ടമെങ്കിലും ഓരോ ജില്ലയിൽ പോയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ നിയോജകമണ്ഡല കമ്മിറ്റികളും അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡല കമ്മിറ്റികൾ സജീവമായി നിലനിർത്തണം. അതാണ് യൂത്ത് ഏറ്റവും വലിയ കാര്യം. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ചങ്ങനാശ്ശേരിയിലെ യൂത്ത് നേതാക്കന്മാർ ഈ അടുത്ത നാളെ വിജയദാസിന് അറിയാം, നമ്മുടെ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മരിച്ചു. ചങ്ങനാശ്ശേരി യൂത്ത് നേതാക്കന്മാരാണ് ആ ബോഡി കോഴിക്കോട് മരിച്ചുകൊണ്ട് അതിന്റെ ശവസംസ്കാര അംഗത്തിനും ആ ബോഡി സംസ്കരിക്കാനും ജയിപ്പിക്കാനും ഒക്കെ നേതൃത്വം കൊടുത്തത് യൂത്ത് നേതാക്കൾ. അതുപോലെ തന്നെ അവിടെ 4-5 വണ്ടി എല്ലാ പഞ്ചായത്തിലും യൂത്ത് ഫണ്ടിന്റെ പേരെഴുതി കോവിഡ്-19 എന്നുള്ള ലേബൽ വെച്ച് യൂത്ത് ഫണ്ട് എന്ന് എഴുതിക്കൊണ്ട് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനും തിരിച്ചെത്തിക്കുവാനും അവർ ഭക്ഷണം എത്തിക്കുവാനും കിറ്റെത്തിക്കുവാനും ഒക്കെ നേതൃത്വം നൽകി ചങ്ങനാശ്ശേരിയിലെ നമ്മുടെ യൂത്ത് ഫണ്ട് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. കോട്ടയം ജില്ലയിലും നന്നായിട്ട് പോകണം. നമ്മുടെ 14 ജില്ലകളിലും യൂത്ത് ഫണ്ടിന്റെ ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ നിയോജക കമ്മിറ്റികളും മണ്ഡല കമ്മിറ്റികളും നന്നായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ. നമ്മളിപ്പോൾ ചെന്നിരിക്കുന്ന മുന്നണി വളരെ ജോലി ചെയ്യുന്ന മുന്നണിയാണ്. നമ്മുടെ അലസ ഭാഗമൊന്നും അവിടെ നിലവാരത്തില്ല. അവിടെ ജോലിക്കനുസരിച്ചാണ് കൂലി എന്നുള്ളത് ഓർക്കണം. അതല്ലാതെ ജോലി ഇല്ലാതെ കൂലി മേടിക്കാമെന്ന് ആരും കരുതരുത്. കൂട്ടത്തിൽ പാലാനും വെള്ളത്തിൽ വിഴാനും കിടക്കുമെന്ന് പറയുന്ന പോലെ ആ പണി ഇവിടെ നടക്കത്തില്ല. എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്യണം. യൂത്ത് ഫണ്ടും KICയും ഒക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയാൽ നമ്മുടെ പാർട്ടിയുടെ ചലനം നഷ്ടപ്പെടും. അതുകൊണ്ട് തീർച്ചയായും യൂത്ത് നേതാക്കൾ എല്ലാവരും വളരെ നന്നായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 57ാം കേന്ദ്രത്തിന്റെ എല്ലാ ആശംസകളും എനിക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമുക്ക് നമ്മുടെ അടുത്ത സന്ദേശം നൽകാൻ നൽകുന്നത് ഏറ്റവും പ്രഗനായ ലോപ്പസ് സാറാണ്. നമുക്ക് ലോപ്പസ് സാറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ BSCയുടെ BSC മെമ്പറായിരുന്നു. യൂത്ത് ഫണ്ടിൽ നിന്നൊക്കെ യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പ്രിയപ്പെട്ട ലോപ്പസ് സാർ നമുക്ക് നമ്മുടെ സൂര്യന്റെ ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ലോപ്പസ് സാറിനെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ജന്മദിന ജന്മദിനത്തിനുള്ള ആശംസ നേടുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ലോപ്പസ് സാറിനെ കഴിയുന്നു. എന്റെ ബഹുമാനായ പ്രസിഡന്റ് സ്ഥാനം തുടരുക. പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരായ സന്നിധികൾ, പ്രിയമുള്ള സൈമൺ, അതുപോലെ റോണി, വേദിയിലും സുമേഷ്, ശ്രീയക്ക്, വേദിയിലും വേദിക്കുമ്പോഴുള്ള ബഹുമാനം പ്രിയങ്കരമായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ വളരെ സന്തോഷം, അഭിമാനം. കേരള യൂത്ത് ഫണ്ട് സുവർണ ജൂബിലി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വർഷത്തിലേക്ക് നടക്കുകയാണ്. അതിന്റെ പ്രസിഡന്റിനും സഹഭാരവാഹികൾക്കും എല്ലാവിധ അഭിവാദനങ്ങളും ആശംസകളും നന്ദിയും പറയാൻ അവസരം ഞാൻ നിയോഗിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരള യൂത്ത് ഫണ്ട്, കേരള കോൺഫറൻസിയുടെ എക്കാലത്തെയും ഒരു പോഷക സംഘടന എന്ന കൃത്യമായി നിർവഹിച്ച ആളാണ്. ഞാൻ യൂത്ത് ഫണ്ടിലെ നിയമ പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറി കയറുന്നതാണ്. പ്രത്യേകിച്ച് മുൻപറഞ്ഞ ബാബു ചായകളോടൊപ്പമാണ് ഞാൻ കൂടുതലായിട്ട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അതുപോലെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും ബാബു ചായകളോടെയാണ് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. ഞാനുകാരുടെ ഈ സമയത്ത് പ്രത്യേകം സ്മരിക്കുന്നു. അതുപോലെ ഞാൻ ഓർക്കുന്നു, നമ്മുടെ സിൽവർ ജൂബിലി, യൂത്ത് ഫണ്ടിന്റെ സിൽവർ ജൂബിലി 25 വർഷ സിൽവർ ജൂബിലി ഞങ്ങളന്ന് ആഘോഷിച്ച തൃശ്ശൂർ വെച്ചാണ്. ഒരാഴ്ച നീണ്ടു നിന്ന ജൂബിലി സമ്മേളനം തൃശ്ശൂർ വെച്ച് നടക്കുകയുണ്ടായി. അവിടെ സാംസ്കാരിക സമ്മേളനവും വിദ്യാഭ്യാസ സമ്മേളനവും വിഭജന സമ്മേളനവും പൊതുസമ്മേളനവും ഉൾപ്പെടെ വളരെ ഗംഭീരമായ സിൽവർ ജൂബിലി നടത്തിയത് ഞാനിത് ഓർക്കുന്നു. തീർച്ചയായും കേരള യൂത്ത് ഫണ്ട് എല്ലാ കാലത്തും എല്ലാ മേളകളിലും എല്ലാ തരത്തിലും കേരള കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം സഹായം ചെയ്ത പാർട്ടിയാണ്. അത് മുൻപറഞ്ഞ പാർട്ടി നേതാവ് മാണിസാർ പ്രത്യേകിച്ചെടുത്ത് പറയുമായിരുന്നു. ചെറുപ്പക്കാരെ വളരെയധികം ആഭിമുഖ്യം കാണിച്ച ഒരു നേതാവായിരുന്നു മാണിസാർ എന്ന് ഞാൻ പറയാൻ പറയുകയാണ്. വളരെ ദീർഘമായ ഒരു ആശംസയുടെ ആവശ്യമില്ല. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്.
ആവശ്യമായ സന്ദർഭത്തിൽ കാലഘട്ടത്തിലുമാണ് നമ്മൾ നിൽക്കുന്നത്. ലോകം തന്നെ കഴിഞ്ഞ 2018 ശേഷം ഇങ്ങനെ മാറി വരുന്ന വെല്ലുവിളികളുടെ ഒരു യുഗത്തിലാണ്. ഒരു പരിധിവരെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിനപ്പുറത്തേക്ക്, സമ്മേളനത്തിനപ്പുറത്തേക്ക് അതിന്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ട് മറിച്ച് ജനങ്ങൾക്ക് ജനോപകരണമായ ലീഡ് ഓഫ് ദി അവറായി അവർക്ക് സേവനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുവന്നിരിക്കും. നമുക്ക് ശ്രദ്ധിച്ചറിയാം, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അവസാന ഭാഗത്ത് പറയുന്നത് SFIയുടെ, DYFIയുടെ, AIFിന്റെയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിസ്സാരമായ സേവനങ്ങളെ സംബന്ധിച്ച്, അവർ കൊടുക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വൃദ്ധാശ്രമത്തിലേക്ക് എമൗണ്ടുകൾ അത് ബിരിയാണി ചാനലിലൂടെ അല്ലാതെ കൊടുക്കുന്ന കാര്യമാണ് പത്രസമ്മേളനത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ അവസാന വാക്കുകൾ. അത് യൂത്ത് റോഡ് ആയാലും DYFI ആണെങ്കിലും KSC ആണെങ്കിലും KAF ആണെങ്കിലും സാഗരം ഉൾപ്പെടെ നിങ്ങൾ സെക്രട്ടറിമാർ ഉൾപ്പെടെ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താ? കുട്ടികളെ തീറ്റി കൊടുക്കുക, ഭക്ഷിപ്പിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പ്രത്യേകം വരച്ചു കൊടുക്കുക. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വ്യതിരക്തത മനസ്സിലാക്കി, വൈവിധ്യം മനസ്സിലാക്കി പൊതുപ്രവർത്തനം നടത്തുന്ന, സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി, അത് ഏറ്റവും വലിയ അവസരമാണ്. ലീഡർഷിപ്പ് ഉയരാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. ലീഡർഷിപ്പ് ഈസ് ഡെവലപ്പിംഗ് ഡെയിലി എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ നമുക്കറിയാം, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ലീഡർഷിപ്പിനുള്ള അവസരം കൈവരും. നെവർ വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് മൊമെന്റ്, ജസ്റ്റ് ടേക്ക് എ മൊമെന്റ് ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ് എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ അവസരങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കും. ആ അവസരം ഒരു സമരത്തിന് മാത്രമല്ല, ഒരു സമ്മേളനത്തിന് മാത്രമല്ല, ഒരു സാമൂഹ്യ സേവനത്തിന് മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള അവസരം വയ്ക്കുമ്പോൾ അതിൽ കരുപിടിച്ച് നേതാവാകാനുള്ള, സാമൂഹ്യ പ്രതിരോധത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അവൻ സമൂഹത്തിൽ ഏറ്റവും വലിയ ലീഡറായിട്ട് മാറും. അതാണ് ഏറ്റവും വലിയ അവസരം, അതാണ് ഏറ്റവും വലിയ സുവർണാവസരം. ഈ സുവർണ ജൂബിലി വേളയിൽ ആ സുവർണാവസരം മനസ്സിലാക്കുന്ന പ്രവർത്തനം യൂത്തുകളുടെ നേതാക്കന്മാർ പ്രവർത്തനം ചെയ്യേണ്ട എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനായി എല്ലാ ആശംസകളും നേർന്നു. കേരള യൂത്ത് ഫ്രണ്ട് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ പങ്കെടുത്തതാണ്. എനിക്ക് വളരെ സന്തോഷം, ഒന്നാമത് തോന്നി. ഒരുപക്ഷെ ഞങ്ങളുടെ കാലത്തിന് അപ്പുറത്തേക്ക് പോലും 14 ജില്ലകളിൽ ഒന്നാം തരം കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, നല്ല തൂക്കമുള്ള, നല്ല എനർജിയുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ഒരുപടി ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സമ്മേളന വേദിയായി കേരള യൂത്ത് സംസ്ഥാന കമ്മിറ്റി മാറ്റിയെടുക്കുന്നതിൽ പ്രവർത്തിക്കാൻ നേതൃത്വത്തിലുള്ള സഹപാഠികളുടെ എല്ലാവിധ അഭിവാദനവും നമുക്കറിയാം. കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് പലതുണ്ട് എങ്കിൽ പോലും കിടത്തിലുണ്ട്, പലത്തുമുണ്ട്. പക്ഷേ നമ്മുടെ പാർട്ടി വലുതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ MLA-മാരുടെ എണ്ണം കൊണ്ടോ MP-യുടെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ പാർട്ടി നേതൃത്വം ഏറ്റവും മികച്ച നല്ല ഒരു ചെറുപ്പക്കാരനായ നല്ല ഭാവനാവിലാസമുള്ള, നല്ല മാനേജ്മെന്റ് വൈദഗ്ധ്യമുള്ള, നല്ല തീക്ഷ്ണശാലിയായ ഒരു നേതാവാണ് ഇന്ന് കേരള പാർട്ടിയെ നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി പാർട്ടിയാണ് യഥാർത്ഥ കേരളത്തിൽ സാധാരണ പറയുന്നതല്ല, മറിച്ച് ജനങ്ങളുടെ പിന്തുണയുള്ള എന്ന് കണ്ട ഒരു പാർട്ടി. നമുക്കറിയാം, MLA-യും 2 MLA-യും ഒക്കെയാണ് കേരളത്തിൽ വേറെയുണ്ട്. ആ MLA-യുടെ അപ്പുറത്തേക്ക് എല്ലാ മേഖലയും കണ്ണൂരും കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 14 ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സീറ്റ് 14 ജില്ലയിൽ, ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ 14 ജില്ലയിലും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിത്വം മേടിച്ച് മത്സരിച്ച് അതിൽ പല ജില്ലകളിൽ വിജയിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പൊ അത്തരത്തിൽ കേരളത്തിലെമ്പാടും വേറുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. അതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ അതിന്റെ ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരുടെ നേതൃത്വം, അവരുടെ പ്രതിബദ്ധത, അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത, അവരുടെ സാമൂഹ്യ സേവനം, അവരുടെ കാര്യങ്ങൾ വഹിക്കാനുള്ള അവരുടെ ശേഷി ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ മന്ത്രിയുടെ തന്നെ ഒരു പ്രഖ്യാപനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. റോഷി ദേശത്തിന്റെ KM മാണി സാറിന്റെ പേരിലുള്ള ജലസേചന പദ്ധതി KM മാണി നമ്മുടെ ഗവർണറുടെ നയപ്രസംഗത്തിൽ പക്ഷേ പുതിയ പഴയ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഈ വർഷം സാമ്പത്തിക ബഡ്ജറ്റ് പുതുക്കി അവതരിപ്പിച്ചപ്പോൾ അതിൽ അഡീഷണലായിട്ട് വന്ന പ്രധാനപ്പെട്ട ഐറ്റമാണ് KM മാണി സാറിന്റെ പേരിലുള്ള ചെറുകിട ജലസേചന പദ്ധതി. ആ പദ്ധതി വഴി നമ്മുടെ നാട്ടിലെ കാർഷിക മേഖലയിൽ ജലസേചനം ചെറുകിട തരത്തിൽ കൊണ്ടുവന്ന് കൃഷി കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അതുപോലെയുള്ള പദ്ധതി
അതൊരു സൊസൈറ്റി ആയിട്ടാണ് ചെയ്തതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ മേഖലയിലും ആ പദ്ധതിയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനുള്ള നേതൃത്വം കൊടുക്കണം. അതുപോലെ ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം തൊഴിലായ്മ ഒരു സംശയമുണ്ട്. 48 ലക്ഷം അഭ്യസ്തരായ ചെറുപ്പക്കാരെ PSC ജോലിക്ക് രജിസ്റ്റർ സംസ്ഥാന കേരളം ഇന്ത്യയിൽ അനുഭവപ്പെട്ട ഏറ്റവും തൊഴിലായ്മ. അപ്പൊ ആ തൊഴിലായ്മ പരിഹാരമായി ഈ ഗവൺമെന്റ് 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നുള്ള പ്രഖ്യാപിക്കുന്നു. അതൊരു IT അധിഷ്ഠിതമാണ്, IT എനേബിൾഡാണ്. തീർച്ചയായും ഉൾപ്പെടുത്തുകാരൻ ആ 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതി ഇടതുപക്ഷ ഗവൺമെന്റ് സംസ്ഥാനം നടപ്പിലാക്കുമ്പോൾ എങ്ങനെ നമുക്ക് അതിലേക്ക് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയും, പങ്കാളികളാൻ കഴിയും. അത് പ്രത്യക്ഷത്തിലല്ല, മറിച്ച് പരോക്ഷത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും 87 പട്ടണം ഉൾപ്പെടെ 88 മുനിസിപ്പാലിറ്റികളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും 151 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 6 കോർപ്പറേഷനിലും ആ പദ്ധതി വരാൻ പോവുകയാണ്. അതിലേക്ക് എങ്ങനെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയും എന്നും കൂടി നിങ്ങൾ വളരെ ആധികാരികമായി ആഴത്തിൽ പഠിച്ചുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിൽ ചെറുപ്പക്കാരെ കൂടുതലായി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കുവാനും അതുവഴി നല്ല ഒരു പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ നിങ്ങൾ കഴിയട്ടെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ദൈവാനും പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ന്യായമായ അവസാന നമസ്കാരം ആരംഭിച്ചു. അടുത്തായിട്ട് ആശംസ നേരുന്നത് നമ്മുടെ പ്രമുഖനായ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സനിച്ചേട്ടനാണ്. സനിച്ചേട്ടനെ ജനദിനത്തിന്റെ ആശംസ പ്രസംഗിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ യൂത്ത് റോഡിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സായൻ തൊടുക, നമ്മളെല്ലാം പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ DFC ശ്രീ ജോസഫ് സാർ ഉൾപ്പെടെ ശ്രീ ജോസഫ് സൈമൺ ഉൾപ്പെടെ എല്ലാവരും വേദിവേണ്ട ഈ വേദിയിലുള്ള സഹോദരങ്ങൾ, ഈ ഇന്ന് നടന്ന് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മാണിസാറിനെ സ്മരിക്കാതിരിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ പാർട്ടിയും നമ്മളൊപ്പത്തിലുണ്ടാക്കിയ പാർട്ടിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ ഇവിടെ കൂടുവാനായിട്ട് സാധിച്ചത് എന്ന് ഞാൻ പറയാതെ. ഇന്ന് ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പ്രധാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയായിരുന്നു. ഇന്നത്തെ പരിപാടി ആവിഷ്കരിച്ചത് സായത്തോടുള്ള ജോസ് കെ മാണിയായിട്ട് ആലോചിച്ചതിന് ശേഷമാണ്. അതിനുശേഷം LDFന്റെ യോഗം തിരുവനന്തപുരത്ത് വന്നുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത്. അത് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാനൊരു കാര്യം പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോണുകൾ ഞാൻ പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്യരുത്. കാരണം ഏറെ സ്നേഹം നിറഞ്ഞ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സാജൻ ദുർഗ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ലോകസ, പാർട്ടിയുടെ ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സണ്ണിച്ചേട്ടൻ, സംസ്ഥാന ഭാരവാഹികളായ പ്രിയപ്പെട്ട ജോസഫ് സൈമൺ, പ്രിയപ്പെട്ട റോണി, മറ്റ് സംസ്ഥാന ഭാരവാഹികളെ, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, നമുക്കറിയാം വളരെ നല്ല രീതിയിൽ ഒരു ജന്മദിന സമ്മേളനവും സുവർണ ജൂബിലി സമാപനവും നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പദ്ധതികളുമായാണ് പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജോസഫ് സൈമന്റെയും ആൽബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കോവിഡ് എന്ന മഹാമാരി അതിന്റെ രൂക്ഷമായ സാഹചര്യത്തിൽ നിലനിന്ന മൂലമാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സുവർണ ജൂബിലി സ്മരണീയയും അതോടൊപ്പം തന്നെ നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമെത്തിയിരുന്നു. അതിന്റെ പ്രവർത്തന പദ്ധതികളും ഇന്ന് തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. എങ്കിലും നമുക്ക് വളരെ ചെറിയ രീതിയിലാണെങ്കിലും ഇന്ന് ജനസമ്മേളനം ഇവിടെ നടത്തുവാൻ സാധിച്ചു. ബാക്കി കാര്യങ്ങൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ സോണിയറിന്റെ 90% വർക്കുകളും പൂർത്തിയായിരിക്കുകയാണ്. ഇനിയും നമ്മുടെ പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ കുറച്ച് ആർട്ടിക്കിൾസും അതോടൊപ്പം തന്നെ കുറച്ച് പരസ്യവും കൂടെ, കാരണം നമ്മുടെ വീട് പണിയുടെ കാര്യങ്ങൾ നടത്തുവാനുള്ള പരസ്യം കൂടി കിട്ടുവാനുണ്ട്. പിന്നെ പ്രിന്റിങ്ങും അനുകൂലമല്ലാതെ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു.
ഈ ജന്മദിന സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകിയ പ്രിയപ്പെട്ട ഗവൺമെന്റ് ചീഫ് വിപ്പും കഞ്ഞപ്പള്ളിയുടെ ജനനായകനുമായ പ്രിയപ്പെട്ട ജയരാജ് സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ചാർജ് സെക്രട്ടറിയുമൊക്കെയായി നിർക്കാലം നമ്മളെ മുന്നോട്ട് നയിച്ച പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരിയുടെ MLA ശ്രീ ജോ മൈക്കിളിനോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ലോകസ് സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട സണ്ണിച്ചേട്ടനോടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിബിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ജോസഫ് സൈമൺ, പ്രിയപ്പെട്ട റോണി മാത്യു, പ്രിയപ്പെട്ട സുമേഷ് ആൻഡ്രൂസ്, പ്രിയപ്പെട്ട പിള്ളை ജയപ്രകാശ്, ശ്രീ മധു നമ്പൂതിരി, ശ്രീ ആൽബിൻ കണ്ടാനം, പ്രിയപ്പെട്ട ശ്രീ ചാലിക്കാരൻ, പ്രിയപ്പെട്ട ദീപക് മാൻ മാത്യു, പ്രിയപ്പെട്ട അഖിൽ ഉള്ളംപള്ളി, പ്രിയപ്പെട്ട സാബു, പ്രിയപ്പെട്ട LB KSUവിന്റെ മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും നമ്മുടെ പ്രിയപ്പെട്ട മുത്തരക്കനായ ശ്രീ ടോം ഇങ്ങട്ടി, ശ്രീ മെഡിക്കത്തോട് ജയകുമാർ, ഇവിടെ ആരെങ്കിലും സംസ്ഥാന ഭാരവാഹികളെ മലപ്പുറത്തുനിന്നും അതോടൊപ്പം കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ജില്ലാ പ്രസിഡന്റുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരേക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. ആരെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് യൂത്ത് ഫ്രണ്ട്.